നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് റൂം തുറന്നു എന്നുള്ള വിവാദങ്ങളാണ് ഇന്ന് കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. പേരാമ്പ്ര മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നത്. കോഴിക്കോട് ജില്ലയിലാണ് ഇത്തരം സംഭവ വികാസങ്ങൾ നടന്നതെന്നാണ് UDF ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. സ്ട്രോങ് റൂം തുറന്നുകൊണ്ട് സാധാരണഗതിയിൽ നിന്നും സാധ്യമല്ലാത്ത ചില നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെതായ ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ ആ വിശദീകരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ തന്നെ ഉണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യവുമായി ബന്ധപ്പെട്ട പലതരം ആരോപണങ്ങളാണ്. ഇതിൽ പ്രധാന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് UDF നിന്ന് തന്നെയാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അവർ തന്നെയാണ് ഈ സ്ട്രോങ് റൂം വിവാദം രണ്ടാമതും ഉയർത്തിവിട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡിനെ കൊണ്ട് CCTV നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ സ്ട്രോങ് റൂമിന് കാവലിരിക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രചരണം മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അഥവാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഈ തെരഞ്ഞെടുപ്പ് ബാലറ്റ് ഈ മെഷീനുകൾ അത് സീൽ ചെയ്ത് സ്ട്രോങ് റൂമിൽ വെച്ചിരിക്കുകയാണ്. അവിടെ സായുധ സേനയുടെ കാവലിലാണ് അതുള്ളത്. ഇതാണ് തെരഞ്ഞെടുപ്പിലെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ. പക്ഷേ അതിനിടയിലും സ്ട്രോങ് റൂമിൽ മറ്റുള്ള ആളുകൾ കയറിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടത്തുന്നുവെന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളിലും അതുപോലെ തന്നെ UDF ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട ഒരു പ്രചരണമായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതാണ് ഒരു സാഹചര്യം എന്നുള്ളത്. എന്നാൽ നമ്മൾ പറഞ്ഞു വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശകലനമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പാലക്കാടാണ്. കാസർഗോഡ് നിന്ന് തുടങ്ങി പാലക്കാടിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിൽ വ്യക്തമായ ചില മേൽക്കോയ്മ ഇടതുപക്ഷത്തിനാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയെ പറ്റിയാണ്. തൃശ്ശൂർ ജില്ല നമുക്കറിയാവുന്നതാണ്. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ് ആണ് പ്രധാനമായിട്ടും CPM-നെതിരെ മത്സരിക്കുന്നത്. CPI-യും നിർണായകമായ ഒരു കക്ഷിയാണ് ഈ ജില്ലയിൽ എന്നുള്ളത്. 13 നിയമസഭാ സീറ്റുകളാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ഇതിൽ എന്ത് ആയിരിക്കും റിസൾട്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പരമ്പരാഗതമായി കഴിഞ്ഞ കാലങ്ങളിൽ LDF-ന് തന്നെയാണ് മേൽക്കോയ്മ ഉണ്ടായിട്ടുള്ളത്. UDF-ന് വലിയ തിരിച്ചടിയും കോൺഗ്രസിന് തിരിച്ചടിയും ഉണ്ടായ തെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ എന്താവും സംഭവിക്കുക എന്നതിനെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ചേലക്കര മണ്ഡലമാണ്. ഒരു അബദ്ധവശാൽ കഴിഞ്ഞ പാലക്കാടിന്റെ റിവ്യൂവിൽ പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ ചേലക്കര മണ്ഡലത്തെയും ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശകലനത്തിൽ വടകരയെ വിട്ടുപോയ ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വടകരയിൽ UDF-നാണ് മുൻതൂക്കമുള്ളത്. ചേലക്കരയുടെ കാര്യം നമ്മൾ പാലക്കാടിന്റെ സാഹചര്യത്തിൽ പറയുന്നതാണ്. എങ്കിൽ പോലും UR പ്രദീപാണ് CPM സ്ഥാനാർത്ഥി. ശിവൻ വട്ടിക്കുന്നാണ് UDF-ന് വേണ്ടി മത്സരിക്കുന്നത്. BJP-ക്കും സ്ഥാനാർത്ഥിയുണ്ട്. BJP-ക്ക് 33,000 ചില്ലാനം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതാണ്. അപ്പോൾ CPM-ന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഈ മണ്ഡലത്തിലെ ഭൂരിപക്ഷം 12,000 ചില്ലാനമാണ്. അതായത് കഴിഞ്ഞ ബൈ ഇലക്ഷനിലെ ഭൂരിപക്ഷം. രമ്യ ഹരിദാസ് ആണെന്ന് CPM കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. BJP-ക്ക് 33,000 ചില്ലാനം വോട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിലും BJP മത്സരിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഭൂരിപക്ഷം 39,400. അപ്പോൾ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 12,000 ചില്ലാനമായിട്ട് കുറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് 2021 ഭൂരിപക്ഷം ബൈ ഇലക്ഷനിൽ CPM-നെ നിലനിർത്താൻ ചേലക്കര മണ്ഡലത്തിൽ സാധിച്ചിട്ടില്ല. അതിൽ 1/3 കുറയുന്നുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഭൂരിപക്ഷം 10,200 വോട്ടിൻ്റെതാണ്. 2011 തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 24,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. ഏതായാലും CPM-ന്റെ കുത്തക മണ്ഡലമാണ്. CPM തന്നെയാണ് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. മറ്റൊരു സാധ്യതകളും നിലവിലുള്ള അവസ്ഥയിൽ കാണുന്നില്ല. തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര മണ്ഡലം UDF-ന് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അട്ടിമറി സാധ്യതകൾ UDF പോലും പ്രതീക്ഷിക്കുന്നില്ല. LDF നിലനിർത്താനാണ് എല്ലാ സാഹചര്യങ്ങളും ഉള്ളത്. ഇനി കുന്നംകുളം മണ്ഡലത്തെ പറ്റിയാണ്. കുന്നംകുളം AC മൊയ്തീനാണ് CPM സ്ഥാനാർത്ഥി. PT അജയമോഹനാണ് LDF സ്ഥാനാർത്ഥി. BDJS ആണ് NDA-ക്ക് വേണ്ടി മത്സരിക്കുന്നത്. AAP-ക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ AC മൊയ്തീന്റെ ഭൂരിപക്ഷം 26,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2016 AC മൊയ്തീന്റെ ഭൂരിപക്ഷം 7,700 വോട്ടിൻ്റെതാണ്. 2011 ബാബു M പല്ലിശ്ശേരി CPM-ന് വേണ്ടി മത്സരിച്ചപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം 481 വോട്ട് മാത്രമാണ്. അഥവാ 2011 LDF-ന്റെ ഭൂരിപക്ഷം 411, 2016 എത്തുമ്പോൾ അത് 7,782, 2021 എത്തുമ്പോൾ 26,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. BJP-ക്ക് 27,000 ചില്ലാനം വോട്ട് മണ്ഡലത്തിൽ
കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. ആ മണ്ഡലമാണ് ഇപ്പോൾ BDJS കൊടുത്തിരിക്കുന്നത്. ഇനി PT അജയമോഹനന് മണ്ഡലം അട്ടിമറിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ ഒരു ദുർബലാവസ്ഥയിലാണ് കുന്നംകുളം മണ്ഡലത്തെ പറ്റി വിശേഷിപ്പിക്കാൻ. AC മൊയ്തീനെതിരെ പലതരം ആരോപണങ്ങൾ, വിഷയങ്ങൾ, മറ്റു വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ 26,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം അത് വല്ലാത്ത പ്രശ്നമാണ്. ഇനി 2011 തെരഞ്ഞെടുപ്പ്, അത് ഒരു UDF അനുകൂലമായ ട്രെൻഡ് ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പോലും 481 എന്ന നമ്പറിൽ വിജയിക്കാൻ, കരകയറാൻ CPM സാധിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും കുന്നംകുളം മണ്ഡലത്തിൽ CPM കരകയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. AC മൊയ്തീനെതിരെ ഉണ്ടായ വിവാദങ്ങൾ, മറ്റുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഭരണവിരുദ്ധമുണ്ടായ വലിയ അട്ടിമറികളിലേക്ക് കടന്നാൽ ചിലപ്പോൾ കുന്നംകുളം മണ്ഡലം മാറിയേക്കാം. അല്ലാത്ത പക്ഷം LDF നിലനിർത്താനാണ് സാധ്യത. ഇനി ഗുരുവായൂർ മണ്ഡലമാണ്. NK അക്ബറാണ് CPM സ്ഥാനാർത്ഥി. CH റഷീദാണ് IUML മുസ്ലിം ലീഗാണ് UDF വേണ്ടി മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനാണ് BJP സ്ഥാനാർത്ഥി. ഗുരുവായൂരിൽ പോലും ഒരു ഹിന്ദു ജയിക്കുന്നില്ല എന്നുള്ള ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. AAP മത്സര രംഗത്തുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ NK അക്ബറിന്റെ ഭൂരിപക്ഷം KNA ഖാദറിനെതിരെ മുസ്ലിം ലീഗിന്റെ 18,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അഥവാ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ KNA ഖാദറിനെതിരെ വ്യക്തമായ മേധാവിത്വം NK അക്ബറിനുണ്ട്. 18,000 ചില്ലാനമാണ് അന്നത്തെ CPM സ്ഥാനാർത്ഥിയായ NK അക്ബറിന്റെ ഭൂരിപക്ഷം എന്നുള്ളത്. അതേ NK അക്ബർ തന്നെയാണ് CH റഷീദ് ആണ് ഇന്ന് UDF സ്ഥാനാർത്ഥി എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ. 2016 KV അബ്ദുൽ ഖാദർ CPM വിജയിച്ചപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 15,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അന്നും IUML തന്നെയാണ് മണ്ഡലത്തിൽ മത്സരിച്ചത്. 2011 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ KV അബ്ദുൽ ഖാദറിന്റെ ഭൂരിപക്ഷം 9,000 ചില്ലാനമാണ്. അഥവാ ഒരു UDF അനുകൂലമായ തെരഞ്ഞെടുപ്പായിട്ട് പോലും 2011 മുതൽ തന്നെ ഈ മണ്ഡലം LDF കയ്യിലാണ്. LDF കുത്തക മണ്ഡലമായിട്ട് മാറിയിരിക്കുകയാണ്. 16-ലും 21-ലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മുസ്ലിം ലീഗിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും അട്ടിമറി സാധ്യതകൾ കാണുന്നില്ല. ഗുരുവായൂർ CPM തന്നെ നിലനിർത്താൻ LDF കയ്യിൽ ഭദ്രമാകാൻ തന്നെയാണ് സാധ്യത. ഭൂരിപക്ഷം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ 18,000 ചില്ലാനം വോട്ടിന്റെ അതാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഭൂരിപക്ഷം കുറഞ്ഞാലും മണ്ഡലം LDF നിലനിർത്താൻ തന്നെയാണ് സാധ്യതകൾ കാണുന്നത്. ഇനി മണലൂർ മണ്ഡലത്തെ പറ്റിയാണ്. TN പ്രതാപനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ ഏറ്റവും പരിചിത മുഖമാണ്. വലിയ ഫൈറ്റ് നടത്തുന്ന സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിൽ മതേതരം എന്ന് നിലപാട് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി. CPM C രവീന്ദ്രനാഥിനെ ആണ് വീണ്ടും രംഗത്തിറക്കിയിരിക്കുന്നത്. C രവീന്ദ്രനാഥാണ് CPM സ്ഥാനാർത്ഥി. TN പ്രതാപൻ കോൺഗ്രസിന്, BJPക്ക് വേണ്ടി KK അനീഷ് കുമാർ AAP മത്സര രംഗത്തുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ മുരളി പെരുന്നെല്ലിയാണ് CPM വേണ്ടി മത്സരിച്ചത്. വിജയ് ഹരിയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. അന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം AN രാധാകൃഷ്ണൻ എന്ന BJP സ്ഥാനാർത്ഥിക്ക് 36,000 ചില്ലാനം വോട്ട് കിട്ടിയ മണ്ഡലമാണ്. അന്നത്തെ ഭൂരിപക്ഷം 2021 CPM മുരളി പെരുന്നെല്ലിയുടെ ഭൂരിപക്ഷം എന്നുള്ളത് 29,000 ചില്ലാനം വോട്ടിൻ്റെതാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. അതായത് 30,000 അടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം 2021 തെരഞ്ഞെടുപ്പിൽ CPM ഉണ്ടായിരിക്കുന്നു. 2016 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അന്ന് CPM സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എന്നുള്ളത് 19,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2011 പക്ഷേ കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ്. അന്ന് PA മാധവനാണ് അവസാനമായി കോൺഗ്രസിന് വേണ്ടി അവിടെ വിജയിച്ചത്. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 481 വോട്ടിൻ്റെതായിരുന്നു. എങ്കിൽ പോലും മണലൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ CPM ഒരു എഡ്ജ് മണ്ഡലത്തിൽ ഉണ്ട്. നിലവിലുള്ള ഭൂരിപക്ഷം പരിശോധിക്കുമ്പോൾ 30,000 ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപനിലൂടെ തിരിച്ചുപിടിക്കാമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഒരു അനുകൂല തരംഗമുണ്ടായാൽ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമായേക്കാം. അതായത് UDF തരംഗമുണ്ടായാൽ ചിലപ്പോൾ മണ്ഡലം മറിഞ്ഞേക്കാം. അല്ലാത്ത പക്ഷം സ്വാഭാവികമായിട്ടും LDF നിലനിർത്താനാണ് സാധ്യതകൾ കാണുന്നത്. ഇനി വടക്കാഞ്ചേരി മണ്ഡലത്തെ പറ്റിയാണ്. വടക്കാഞ്ചേരി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചാണ് മത്സരം. വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ, വോട്ട് നോക്കുമ്പോൾ ഇരു കക്ഷികൾക്കും LDFനും UDFനും ഒരേ വോട്ടിംഗ് ഷെയറാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ സാവിയർ ചിറ്റിലപ്പള്ളിയാണ് CPM വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്.
UDFിന് വേണ്ടി PN വൈശാഖാണ് സ്ഥാനാർത്ഥി. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു BJPക്ക് വേണ്ടിയും മത്സര രംഗത്തുണ്ട്. BJPക്ക് 21,000 ചില്ലാനം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മണ്ഡലമാണ്. CPMന്റെ സാവിയർ ചിറ്റിലപ്പള്ളിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് 81,000 ചില്ലാനം വോട്ട് നേടിയിരുന്നു. അനിൽ അക്കരയെയാണ് അന്ന് പരാജയപ്പെടുത്തിയത്. അന്നത്തെ ഭൂരിപക്ഷം 15,000 ചില്ലാനം വോട്ടിൻ്റെതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വടക്കാഞ്ചേരിയിലെ LDFിന്റെ ഭൂരിപക്ഷം. 2016 വരുമ്പോൾ INL കോൺഗ്രസിന്റെ അനിൽ അക്കരയുടെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ്. മാറി മറയുന്ന മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാം. അന്ന് മേരി തോമസിനെ അനിൽ അക്കര പരാജയപ്പെടുത്തിയത് 43 വോട്ടിനാണ്. 2011 തെരഞ്ഞെടുപ്പിൽ CN ബാലകൃഷ്ണനാണ് കോൺഗ്രസിലൂടെ വിജയം കൈവരിച്ചത്. അന്ന് CPMന്റെ NR ബാലനെ പരാജയപ്പെടുത്തിയത് 6,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അപ്പോൾ ഇത്തവണ മാറുമോ? അനിൽ അക്കരയിലൂടെ കോൺഗ്രസ് തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ്. വടക്കാഞ്ചേരിയാണ് മണ്ഡലം, കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ്. പിന്നീട് LDF പിടിച്ചെടുത്തതാണ്. സാവിയർ ചിറ്റിലപ്പള്ളിയിലൂടെ നിലനിർത്താമെന്നാണ് LDF കണക്ക് കൂട്ടുന്നത്. മത്സരം ടൈറ്റാണ്. അനിൽ അക്കരയ്ക്കെതിരെയുള്ള ഒരു ഹൈറ്റ് ക്യാമ്പയിനും കോൺഗ്രസിന് അകത്തുള്ള തർക്കങ്ങളൊക്കെ ഒരു വിഷയമാണ്. എങ്കിൽ പോലും UDF അനുകൂലമായ ഒരു ട്രെൻഡ് സംസ്ഥാനത്തുണ്ടായാൽ മണ്ഡലം അറിയാനുള്ള സാഹചര്യമുണ്ട്. അല്ലാത്ത പക്ഷം കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അനിൽ അക്കരയെ പരാജയപ്പെടുത്തിയേക്കാം. ഏതായാലും CPMന് ഒരു എഡ്ജ് വേണമെങ്കിൽ മണ്ഡലത്തിൽ കൊടുക്കാവുന്നതാണ്. പക്ഷേ മാറി മറയുന്ന മണ്ഡലമാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ഇനി ഒല്ലൂർ മണ്ഡലത്തെ പറ്റിയാണ്. ഒല്ലൂർ മണ്ഡലം 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് K രാജനാണ് CPI സ്ഥാനാർത്ഥി. അഡ്വക്കേറ്റ് ഷാജി ജെ ആണ് UDF സ്ഥാനാർത്ഥി. BJPക്ക് വേണ്ടി ബിജോയ് തോമസ് ആണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ K രാജന്റെ ഭൂരിപക്ഷം 21,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിലവിലെ മന്ത്രി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് K രാജൻ വിജയിച്ച മണ്ഡലമാണ് ഈ ഒല്ലൂർ എന്നുള്ളത്. അന്നത്തെ ഭൂരിപക്ഷം 21,000 ചില്ലാനം. 2016 K രാജന്റെ ഭൂരിപക്ഷം 13,000 ചില്ലാനം. 2011 പക്ഷേ UDF അനുകൂലമായ ട്രെൻഡുണ്ടായ സമയത്ത് MP വിൻസെന്റ് ആണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് വിജയിച്ചത്. അന്ന് രാജാജി മാത്യു തോമസിനെയാണ് പരാജയപ്പെടുത്തിയത്. അന്നത്തെ UDFന്റെ ഭൂരിപക്ഷം 6,200 ചില്ലാനം. അപ്പോൾ അത് 2016 എത്തുമ്പോൾ 13,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ K രാജനിലൂടെ LDF മണ്ഡലം തിരിച്ചു പിടിക്കുന്നുണ്ട്. 21 തെരഞ്ഞെടുപ്പിൽ 21,000 ഭൂരിപക്ഷം മാറ്റുന്നുണ്ട്. നിലവിൽ K രാജൻ എന്നുള്ള മന്ത്രി നല്ല പോസിറ്റീവ് പൊസിഷനിലുള്ള ഒരു മന്ത്രിയാണ്. അധികം നെഗറ്റീവ് ഇമേജുകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ പൊതുവെ എല്ലാവരും തൃപ്തരാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ചെറിയൊരു മേൽക്കോയ്മ ഈ മണ്ഡലത്തിൽ LDFനുണ്ട്. കേരളം ഒന്നാകെ UDF അനുകൂല തരംഗമുണ്ടായ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ മന്ത്രി രാജനിലൂടെ LDF നിലനിർത്താനാണ് സാധ്യത. ഒല്ലൂർ മണ്ഡലം മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്നാണ് നിലവിലുള്ള വിലയിരുത്തൽ പ്രകാരം കാണാൻ പറ്റുന്നത്. ഇനി തൃശൂർ മണ്ഡലത്തെ പറ്റിയാണ്. BJP സാധ്യത വെച്ചു പുലർത്തുന്ന മണ്ഡലം. രാജൻ പള്ളനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ആലങ്കോട് ലീലാകൃഷ്ണനാണ് CPI സ്ഥാനാർത്ഥി. പത്മജ വേണുഗോപാൽ K മുരളീധരന്റെ പെങ്ങളായ കൂടിയായ K കരുണാകരന്റെ മകൾ കൂടിയായ പത്മജ വേണുഗോപാൽ ഇത്തവണ BJPക്ക് വേണ്ടി തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. 2021 തെരഞ്ഞെടുപ്പിൽ CPIക്ക് വേണ്ടി P ബാലചന്ദ്രൻ 44,000 ചില്ലാനം വോട്ട് നേടിയപ്പോൾ അന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച ഇതേ പത്മജ വേണുഗോപാൽ 43,000 ചില്ലാനം വോട്ടാണ് നേടിയത്. BJPക്ക് വേണ്ടി സുരേഷ് ഗോപി 40,000 വോട്ട് നേടിയ മണ്ഡലമാണ്. അഥവാ കഴിഞ്ഞ തവണ CPI മണ്ഡലം നിലനിർത്തിയത് 946 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ്. 2016 തെരഞ്ഞെടുപ്പിൽ VS സുനിൽകുമാർ വിജയിച്ചത് 6,000 ചില്ലാനം വോട്ടിനാണ്. ഇനി 2011 തെരഞ്ഞെടുപ്പിൽ അന്ന് കോൺഗ്രസ് നിലനിർത്തിയ മണ്ഡലം തെരമ്പിൽ രാമകൃഷ്ണന് 59,000 P ബാലചന്ദ്രൻ 43,000 ചില്ലാനം വോട്ടാണ് നേടിയത്. BJPക്ക് അന്ന് കേവലം 6,000 വോട്ടാണ് ലഭിച്ചത്. പക്ഷെ അന്ന് കോൺഗ്രസിന്റെ ഭൂരിപക്ഷം 16,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2011 16,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലം 2016 എത്തുമ്പോൾ 6,900 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPIയുടെ സുനിൽകുമാറിലൂടെ തിരിച്ചു പിടിക്കുന്നുണ്ട്. 2021 P ബാലചന്ദ്രൻ എന്ന അത്രയും സുപരിചിതനല്ലാത്തൊരു സ്ഥാനാർത്ഥി വന്നിട്ട് പോലും 941 വോട്ടിന്റെ വിജയം UDFനുണ്ടാകുന്നുണ്ട്. ഇത്തവണയും ത്രികോണ മത്സരമാണ്. രാജൻ പള്ളൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, പത്മജ വേണുഗോപാൽ. ത്രികോണ മത്സരം, ഇഞ്ചോടിഞ്ച് മത്സരം, ഒരു സംശയവുമില്ല.
BJP കഴിഞ്ഞ തവണ 40,000 ചില്ലാനം വോട്ട് നേടിയിട്ടുണ്ട്. 4,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് അന്ന് BJPക്ക് വിജയത്തിന് അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ പത്മജ വേണുഗോപാലിനെ തന്നെ അവർ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ത്രികോണ മത്സരം തന്നെയാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. BJPക്ക് പോലും വിജയപ്രതീക്ഷ വെച്ചു പുലർത്താവുന്ന മണ്ഡലമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ എന്തും സംഭവിക്കാം. ആർക്കും ഇത് തീർത്തെഴുതാൻ കഴിയില്ല. ഇഞ്ചോടിഞ്ച് മത്സരം. നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾക്കൊരു പ്രഖ്യാപനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. പക്ഷേ ചെറിയൊരു മേൽക്കോയ്മ വേണമെങ്കിൽ ലെഫ്റ്റിന് വെച്ചു കൊടുക്കാവുന്നതാണ്. ഇതാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ സാഹചര്യം എന്നുള്ളത്. ഇനി നാട്ടിക മണ്ഡലത്തെ പറ്റിയാണ്. ഗീതാ ഗോപിയാണ് CPIക്ക് വേണ്ടി മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് സുനിൽ ലാലൂറാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. BJPക്ക് വേണ്ടി CC മുകുന്ദനാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 33,000 ചില്ലാനം വോട്ട് കിട്ടിയ മണ്ഡലമാണ്. അന്ന് CPIക്ക് വേണ്ടി CC മുകുന്ദൻ 72,000 ചില്ലാനവും കോൺഗ്രസിന് വേണ്ടി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ 44,000 ചില്ലാനം വോട്ടാണ് നേടിയത്. അന്നത്തെ CPI സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 28,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2016 വരുമ്പോൾ അന്നത്തെ CPI സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ ക്കെതിരെ KV ദാസൻ മത്സരിച്ച മണ്ഡലം. അന്നത്തെ 33,000 ചില്ലാനം വോട്ട് BDJSന് ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ CPI സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 26,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2011 UDF അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന 2011 തെരഞ്ഞെടുപ്പിലും CPI സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 16,000 ചില്ലാനം. അപ്പോൾ 2011 16,000 ചില്ലാനം വോട്ടിന് LDF വിജയിച്ചു. 2016 26,000 ചില്ലാനം വോട്ടിന് വിജയിച്ചു. 2021 28,000 ചില്ലാനം വോട്ടിന് വിജയിച്ചു. കണ്ണും പൂട്ടി CPIക്ക് തന്നെ നൽകാവുന്ന മണ്ഡലം തീർച്ചയായും നാട്ടിക മണ്ഡലം, സംവരണ മണ്ഡലമാണ്. സംവരണ മണ്ഡലത്തിൽ CPI തന്നെ നിലനിൽക്കാനാണ് സാധ്യത. LDFന് തന്നെയാണ് ഇവിടെ വ്യക്തമായ മേൽക്കോയ്മയുള്ളത്. മറ്റൊരു അട്ടിമറി സാധ്യതയും കാണുന്നില്ല. ഇനി കയ്പമംഗലം മണ്ഡലം. KK വത്സരാജാണ് CPIക്ക് വേണ്ടി മത്സരിക്കുന്നത്. TM നാസറാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. BDJS ആണ് NDAക്ക് വേണ്ടി മത്സര രംഗത്തുള്ളത്. AAP മത്സര രംഗത്തുണ്ട്. 2021 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ET ടൈസൺ എന്ന CPI സ്ഥാനാർത്ഥി നേടിയത് 73,000 ചില്ലാനം വോട്ട്. ശോഭ സുബിൻ നേടിയത് 50,000 ചില്ലാനം വോട്ട് കോൺഗ്രസിന് വേണ്ടി. അപ്പോൾ അന്ന് CPIയുടെ ഭൂരിപക്ഷം 22,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2016 തെരഞ്ഞെടുപ്പിൽ ET ടൈസൺ 66,000 ചില്ലാനം വോട്ട് നേടിയപ്പോൾ അന്ന് RSP ആണ് മത്സരിച്ചത്. MT മുഹമ്മദ് നഹാസ് 33,000 ചില്ലാനം. പക്ഷെ അന്ന് BDJSന് 30,000 ചില്ലാനം വോട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9,000 ചില്ലാനമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ടൈസൺ വിജയം 33,000 ചില്ലാനം വോട്ടിൻ്റെതായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 22,000 ചില്ലാനവും അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 33,000 ചില്ലാനവുമായിട്ട് മാറുന്നുണ്ട്. 2011 UDF അനുകൂല തരംഗമുണ്ടായ തെരഞ്ഞെടുപ്പിൽ VS സുനിൽകുമാറാണ് അവിടെ മത്സരിച്ചത്. അന്ന് JSS ആയിരുന്നു UDFന് വേണ്ടി മത്സരിച്ചത്. അന്ന് VS സുനിൽകുമാറിന്റെ ഭൂരിപക്ഷം 13,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അപ്പോൾ CPI തന്നെ നിലനിർത്താൻ സാധ്യതയുള്ള മണ്ഡലമാണ്. മറ്റൊരു സാഹചര്യവും നിലവിലുള്ള തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല. കയ്പമംഗലം UDF തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യമില്ല. LDF നിലനിർത്താൻ തന്നെയാണ്, CPIയിലൂടെ LDF നിലനിർത്താനാണ് സാധ്യതയുള്ളത്. ഇനി ഇരിഞ്ഞാലക്കുട മണ്ഡലമാണ്. തോമസ് ഉണ്ണിയാടനാണ് UDF സ്ഥാനാർത്ഥി. CPMന്റെ R ബിന്ദുവാണ് സ്ഥാനാർത്ഥി. NDA സന്തോഷ് ചെർക്കളം ആണ് NDA സ്ഥാനാർത്ഥി. AAPയും മത്സര രംഗത്തുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ R ബിന്ദു, മന്ത്രി കൂടിയായ R ബിന്ദു 62,000 ചില്ലാനം വോട്ട് നേടിയപ്പോൾ തോമസ് ഉണ്ണിയാടൻ അന്ന് 56,000 ചില്ലാനം വോട്ടാണ് നേടിയത്. BJPക്ക് 33,000 ചില്ലാനം വോട്ടുള്ള മണ്ഡലമാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം ഏകദേശം 5,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആ തെരഞ്ഞെടുപ്പിൽ. 6,000-നടുത്ത് ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിന്ദുവിന് കിട്ടിയത്. 2016 വരുമ്പോൾ CPM സ്ഥാനാർത്ഥി KK അരുണനായിരുന്നു. കേരള കോൺഗ്രസ് മാണിയാണ്, തോമസ് ഉണ്ണിയാടനാണെന്ന് മത്സരിച്ചത്. അന്നും BJPക്ക് 30,000 ചില്ലാനം വോട്ടുണ്ട്. അന്നത്തെ ഭൂരിപക്ഷം 2,700 ചില്ലാനം വോട്ടിൻ്റെത്. 2011 വരുമ്പോൾ തോമസ് ഉണ്ണിയാടനിലൂടെ കേരള കോൺഗ്രസ് മാണി വിജയിച്ച മണ്ഡലം. അന്ന് CPM പ്രതിപക്ഷത്തായിരുന്നു, അല്ലെങ്കിൽ CPMന്റെ കയ്യിലില്ലാത്ത മണ്ഡലമാണ്. UDF അനുകൂലമായ തെരഞ്ഞെടുപ്പായിരുന്നു അത്. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 12,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുട മണ്ഡലം
2021 മന്ത്രി കൂടിയായിട്ടുള്ള ആർ ബിന്ദു മത്സരിക്കുമ്പോൾ അവിടെ ഒരു അട്ടിമറി UDF തിരിച്ചുപിടിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു UDF അനുകൂലമായ തരംഗമുണ്ടായാൽ ചിലപ്പോൾ മണ്ഡലം അട്ടിമറിയാനുള്ള സാധ്യതകളുണ്ട്. ഭൂരിപക്ഷം കുറവാണ് എന്നുള്ളതാണ് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. 6000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷം LDF-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 3000-നുള്ളിലാണ് ഭൂരിപക്ഷം. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ച മണ്ഡലമാണ്. അങ്ങനെ നോക്കുമ്പോൾ ബിന്ദുവിന് ഇത് മറികടക്കണമെങ്കിൽ നല്ല അധ്വാനമുണ്ട്. UDF അനുകൂല തരംഗമുണ്ടായാൽ മണ്ഡലം മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി പുതുക്കാട് മണ്ഡലമാണ്. KK രാമചന്ദ്രനാണ് CPM സ്ഥാനാർത്ഥി. KM ബാബുരാജാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. A നാഗേഷ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. AAPയും മത്സരിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ KK രാമചന്ദ്രൻ 73,000 ചില്ലാനം വോട്ട് നേടിക്കൊണ്ട് കോൺഗ്രസിലെ സുനിൽ അന്തിക്കാടിനെ 27,000 ചില്ലാനം വോട്ടിനാണ് അന്ന് പരാജയപ്പെടുത്തിയത്. വ്യക്തമായ ഭൂരിപക്ഷം CPM-ന് ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം. ഇനി 2016 തെരഞ്ഞെടുപ്പിൽ രവീന്ദ്രനാഥ് അന്നത്തെ മന്ത്രിയായിരുന്നു. രവീന്ദ്രനാഥ് 79,000 ചില്ലാനം വോട്ട് നേടിയ മണ്ഡലം. അന്നത്തെ ഭൂരിപക്ഷം 38,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2011 UDF അനുകൂലമായ തരംഗമുണ്ടായ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് മണ്ഡലത്തിൽ CPM-ന്റെ ഭൂരിപക്ഷം 26,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അപ്പോൾ ഇവിടെ ഒന്നും നോക്കാനില്ല, മറ്റുള്ള ഒരു സാധ്യതകളുമില്ല, ഒരു വിലയിരുത്തലിനും പ്രസക്തിയില്ല. പുതുക്കാട് മണ്ഡലത്തെപ്പറ്റി മറ്റൊരു ചർച്ചയെ ആവശ്യമില്ല. LDF നിലനിർത്താനാണ് എല്ലാ സാധ്യതകളും ഉള്ളത്. പക്ഷേ BJPക്ക് 34,000 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മണ്ഡലമാണ്. ആ വോട്ടുകൾ അവിടെ തന്നെ ഉണ്ടാകുമോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോകുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതാണ്. ചാലക്കുടി കോൺഗ്രസിന് വേണ്ടി TJ സനീഷ് കുമാർ ജോസഫും കേരള കോൺഗ്രസ് മാണിയാണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. ബിജു ചിറായത്താണ് മത്സരിക്കുന്നത്. 2020 ആണ് NDA-ക്ക് വേണ്ടി മത്സരിക്കുന്നത്. AAP മത്സര രംഗത്തുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ TJ സനീഷ് കുമാർ ജോസഫ് 61,000 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 61,000 ചില്ലാനം വോട്ട് നേടി. കേരള കോൺഗ്രസ് മാണിയിലെ ഡെന്നിസ് K ആന്റണിയെ പരാജയപ്പെടുത്തിയ മണ്ഡലമാണ്. 60,000 ചില്ലാനം വോട്ട് നേടാനായി BDJS-ന് 17,000 ചില്ലാനം വോട്ട് കിട്ടിയ മണ്ഡലമാണ്. ഇക്കുറി 2020 ആണ് അവിടെ മത്സരിക്കുന്നത്. അന്നത്തെ ഭൂരിപക്ഷം കേവലം 1000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. 2016 തെരഞ്ഞെടുപ്പിൽ BD ദേവസി വിജയിച്ച മണ്ഡലം CPM-ന്റെ അന്ന് TU രാധാകൃഷ്ണനെയാണ് പരാജയപ്പെടുത്തിയത്. 26,000 ചില്ലാനം വോട്ട് BDJS-നും അന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 26,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം അന്ന് CPM സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്നു. 2011 തെരഞ്ഞെടുപ്പിൽ 63,000 ചില്ലാനം വോട്ട് BD ദേവസി നേടി വിജയിച്ച മണ്ഡലം ബെന്നി KT ആയിരുന്നു അന്ന്. ഇത് അഥവാ ഒരു UDF അനുകൂല തരംഗത്തിൽ പോലും LDF-ന്റെ കൂടെ നിന്ന മണ്ഡലമാണ് ചാലക്കുടി എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ തവണ അത് കൈവിട്ടു പോയിരുന്നതാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. ഇപ്രാവശ്യം കേരള കോൺഗ്രസ് മാണിയാണ് മത്സരിക്കുന്നത്. ആ ഒരു വിഷയം കൂടി അവിടെയുണ്ട്. CPM അല്ല മത്സരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മണ്ഡലം മാറിയാനുള്ള സാധ്യതകൾ കുറച്ചും കൂടി കുറവാണ് എന്ന് പറയേണ്ടി വരും. ചാലക്കുടി മണ്ഡലം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ വെച്ച് പരിശോധിക്കുമ്പോൾ അത് കോൺഗ്രസ് നിലനിർത്താനുള്ള സാധ്യതകൾ കൂടുതലുള്ള മണ്ഡലമാണ്. CPM-ന് തിരിച്ചു പിടിക്കാനുള്ള നല്ലൊരു സാഹചര്യമുണ്ട്. പക്ഷെ കേരള കോൺഗ്രസ് മാണിയെ മത്സരിപ്പിച്ചത് കൊണ്ട് ഒരു തിരിച്ചുവരവ് സാധ്യമാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ പ്രസക്തമായിട്ടുള്ളത്. ഇനി കൊടുങ്ങല്ലൂർ മണ്ഡലത്തെ പറ്റിയാണ്. 2025 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ LDF-ന് വ്യക്തമായ മേൽക്കോയ്മയുണ്ട്. 59,000 ചില്ലാനം വോട്ട് അന്ന് UDF-ഉമായിട്ട് ഒരു 9,000 ചില്ലാനം വോട്ടിന്റെ വ്യത്യാസമുണ്ട്. NDA-ക്കും നല്ല വോട്ടുള്ള മണ്ഡലമാണ്. CPM-യുടെ VR സുനിൽകുമാർ ജനകീയനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹമാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ OJ ജനീഷാണ് സ്ഥാനാർത്ഥി. BJPക്ക് വേണ്ടി ഡോക്ടർ വർഗീസ് ജോർജ് മത്സരിക്കുന്നുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയുടെ മരുമകൻ, അദ്ദേഹമാണ് BJP സ്ഥാനാർത്ഥി. 2021 തെരഞ്ഞെടുപ്പിൽ സുനിൽകുമാറിന്റെ ഭൂരിപക്ഷം 23,000 ചില്ലാനം വോട്ട്. 2016 സുനിൽകുമാറിന്റെ ഭൂരിപക്ഷം 22,000 ചില്ലാനം വോട്ട്. 2011 TN പ്രതാപൻ വിജയിച്ച മണ്ഡലമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അന്ന് കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും CPI സുനിൽകുമാറിലൂടെയാണ് തിരിച്ചുപിടിച്ചത്. അന്ന് കോൺഗ്രസിന്റെ പ്രതാപന് 9,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്ത മണ്ഡലമാണ്. പക്ഷേ സുനിൽകുമാറിനെ തറപറ്റിക്കാൻ കൊടുങ്ങല്ലൂരിൽ സാധ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റുള്ള സാധ്യതകൾക്കുള്ള സാഹചര്യമില്ല.
2021 തെരഞ്ഞെടുപ്പിൽ 71,000 ചില്ലാനം വോട്ട് നേടിയ സുനിൽകുമാറിനെതിരെ MP ജാക്സണിന് കോൺഗ്രസിന് നേടാനായത് 47,000 ചില്ലാനം വോട്ടാണ്. 2016 നേടാനായത് 45,000 ചില്ലാനം വോട്ടാണ്. പക്ഷേ BDJSന്റെ വോട്ട് അത് നമ്മൾ കാണേണ്ടതുണ്ട്. അത് 32,000. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിച്ചപ്പോൾ 28,000 ചില്ലാനുമായിരുന്നു. ഇപ്രാവശ്യം 2020 ആണ് അവിടെ മത്സരിക്കുന്നത്. ചക്ക അടയാളത്തിലാണ്. അപ്പോൾ എന്ത് വന്നാലും സുനിൽകുമാറിനെ മറിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൊടുങ്ങല്ലൂർ LDF നിലനിർത്താനാണ് സാധ്യത. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മറ്റൊരു സാധ്യതകൾ നിലവിലുള്ള അവസ്ഥയിൽ ഒരു അട്ടിമറി സാധ്യത സാധ്യമല്ല എന്ന് വേണം വിലയിരുത്താൻ. തൃശ്ശൂർ ജില്ലയിൽ LDFന്റെ കുത്തക മണ്ഡലങ്ങൾ അവർ തന്നെ നിലനിർത്താനാണ് സാധ്യതകൾ കാണുന്നത്. ആ മുൻതൂക്കം LDFനുണ്ട്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മേൽക്കൊയ്മ അത്തരം മണ്ഡലങ്ങളിലുണ്ട്. പക്ഷേ ചേലക്കരയും അല്ലെങ്കിൽ ചില മണ്ഡലങ്ങളും അത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് മാറി മറിയുന്ന മണ്ഡലങ്ങളാണ്. UDF തരംഗമുണ്ടായാൽ മറിയും, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് UDFന് അനുകൂലമായാൽ ചില മണ്ഡലങ്ങൾ LDFന്റെ കയ്യിൽ നിന്നും പോകാനുള്ള സാധ്യതയുണ്ട്. അത് മണലൂർ വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ തൃശ്ശൂർ വേണമെങ്കിൽ അത്തരത്തിൽ വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള ജില്ല കൂടിയാണ്. അപ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നാൽ മാറി മറിയുന്ന മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളതും ഒരു സവിശേഷമായ സാഹചര്യമാണ്. എങ്കിലും LDFന് മേൽക്കോയ്മയുണ്ട്. അവരുടെ സംഘടനാ സംവിധാനം, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ചില മണ്ഡലങ്ങളിൽ അവർക്കുണ്ടായ മേൽക്കോയ്മ, ഇതൊക്കെ LDFന് ഒരു മേധാവിത്വം നൽകുന്നുണ്ട് 13 മണ്ഡലങ്ങളിൽ. അപ്പോൾ കേരളം ആര് ഭരിക്കണമെന്ന് തൃശ്ശൂർ വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തൃശ്ശൂരിലെ വിലയിരുത്തലുകളായിരിക്കും ട്രെൻഡ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ തരംഗമുണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്താനുള്ളത്. ഒരു അനുകൂലമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ചെറിയൊരു മേധാവിത്വം LDFന് തൃശ്ശൂർ ജില്ലയിലുണ്ട്. CPI ആണ് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടി അതിനുണ്ട്. എങ്കിൽ പോലും അട്ടിമറികൾ കൂടി സാധ്യമാവുന്ന മണ്ഡലങ്ങളുണ്ട്. തീർത്തും UDFനെ മാറ്റി നിർത്തിയ മണ്ഡലങ്ങളിൽ അത്തരത്തിൽ ഉള്ളതില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ഏതായാലും കേരളം ആര് ഭരിക്കണമെന്ന് ചിലപ്പോൾ വിധിയെഴുതുന്ന ജില്ലയായിട്ട് തൃശ്ശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കിയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴും പറയാനുള്ളത് LDFന് തൃശ്ശൂർ ജില്ലയിലും ഒരു അപ്പർ ഹാൻഡ്, ഒരു മേധാവിത്വം ഉണ്ട് എന്നുള്ളതാണ് ഒരു സാഹചര്യം. അത് മാറി മറിയണമെങ്കിൽ ഒരു UDF അനുകൂല തരംഗമുണ്ടാവണം. നിലവിലുള്ള സാഹചര്യത്തിൽ ആ തരംഗത്തിനുള്ള സാധ്യത കേരളത്തിൽ ആരും വിലയിരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നേരിയ ഒരു മേൽക്കൊയ്മ LDFനുണ്ട്. LDF ആ മേധാവിത്വം തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.